ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതരായി അവിടുന്ന് ദീൻ ഇവിടെ പ്രചരണം നടത്തിയിട്ട് 1500 വർഷമായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 1500 വർഷമായിട്ടും അല്ലാ ആ മുത്തുനബിതങ്ങൾ നമുക്ക് മുത്തുനബിതങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനു ശരീഫ് ഒരു ഹർഫിന് മാറ്റം വന്നോ? ഒരു പേജിന് മാറ്റം വന്നോ? ഇല്ല. 1500 വർഷം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആലോചിക്കേണ്ടത് അതാണ്. അന്ന് മുത്തുനബിതങ്ങൾ ഓതിക്കേൾപ്പിച്ച ഖുർആൻ എന്താണോ, ഓതിക്കേൾപ്പിച്ച ഫാത്തിഹ സൂറത്ത് ഏതാണോ, അത് തന്നെയാണ് എന്നും ഉള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്ര വലിയൊരു മുഅ്ജിസത്താണ്, എത്ര വലിയ സംഭവമാണ്. അതുപോലെ ദീനിൻ്റെ 5 വക്ത് നിസ്കാരം, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ നിസ്കരിക്കണം എന്ന് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതങ്ങനെ തന്നെ അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന സ്വഹാബത്തുൽ കിറാം അങ്ങനെ കൈമാറി വന്ന നിസ്കാരം ഇന്ന് നമ്മളും നിസ്കരിക്കുന്നു. എത്ര വലിയൊരു മഹത്വരമുള്ള കാര്യമാണ്, എന്തൊരു അഭിമാനമാണ്. ഒന്നും മാറ്റം വന്നില്ലല്ലോ. അവിടെയാണ് ദീനിൻ്റെ പ്രത്യേകത. നമ്മൾ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളാണ്. ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് യഥാർത്ഥവും സത്യവുമാണെന്നതിന് തെളിവിന് വേറെ പോകേണ്ടതില്ലല്ലോ. അങ്ങനെ നമുക്കിതെല്ലാം സമർപ്പിച്ചു തന്ന മുത്തുനബിതങ്ങൾ ഓടുള്ള കടപ്പാട് തീർത്താൽ തീരുന്നതല്ല. അങ്ങനെ ഓർത്തുകൊണ്ട് മുത്തുനബിതങ്ങളെ മഹബത്ത് വെച്ച് നാം സ്വലാത്ത് ചെല്ലണം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ.